ഒരു തംബ്നെയിലിടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ കാണുന്ന സൈക്കിൾ ഉണ്ടല്ലോ, ഒരാളെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്ക് അവിടെ അടുത്തെത്തുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ വൈകുന്നുണ്ട്. 9:25 കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒരു 9:45 ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഗിറ്റാറുണ്ട് ശരിക്കും പറഞ്ഞാൽ, ഒരു ഡമ്മി ഗിറ്റാർ വന്നതുകൊണ്ട് ഇത് പിന്നെ ലോക്ക് ചെയ്തിട്ടുകൊണ്ട് ആരും എടുത്തുകൊണ്ടില്ല, മറ്റേത് എടുത്തുകൊണ്ടായി. പിന്നെ അത് ഇയാൾ 2014 മരിച്ചു, 1951 ആളെ ക്യാപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവുക. എന്തായാലും നമ്മൾ പോസ്റ്റ് ഏതായാലും കടക്കാം. നടക്കുന്ന ട്രെയിനിൻ്റെ അവസാന ഭാഗത്തിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാമോ? ഏകദേശം 5 കിലോമീറ്ററാണ്. സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പോകാനുള്ള ദൂരം. പിന്നെ നടക്കുകയാണെങ്കിൽ ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് അതിൻ്റെ ടൈം. നമ്മൾ മഴ പോയിട്ടുണ്ട്. നമ്മൾ തുമ്മുമ്പം സാധാരണ അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ തുമ്മുന്ന സമയത്ത് ഹൃദയം റീസ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇപ്പം ഇന്നലെ മിനിയാമൊക്കെ ആയിട്ട് ഓഫീസിൽ നടന്ന ഒരു ചർച്ചയിലാണ്. അങ്ങനെ വെറുതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വന്നൊരു ചർച്ചയാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ബഹുഭാര്യം, അതായത് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ പറ്റും. 4 ആൾക്കാർ വരെ മാക്സിമം കഴിക്കാൻ പറ്റും ഒരാൾക്ക്. ഞാൻ അവരോട് വെച്ച്, നിങ്ങളെ റിലീജിയനിൽ നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? കാരണം ഞാനൊക്കെ എൻ്റെ റിലീജിയൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും. ഇതെന്താ ഇങ്ങനെ, ഇത് അത് പറ്റില്ലല്ലോ, അത് മോശമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സ്വയം നമ്മൾ മതത്തെ വിമർശനാക്കും. ഏതൊരു ആളുണ്ട്, എന്താ ആരിഫോ എന്താ പറഞ്ഞിട്ട്, അതേപോലെ ജമീലെ അങ്ങനത്തെ ഒരു ടീച്ചറും ഉണ്ട്. ഇസ്ലാമിനെങ്ങനെ പിന്നെ താറടിച്ച് കാണിക്കുന്നത്. പറയട്ടെ, അവർക്ക് പറയണ്ടൊക്കെ പറഞ്ഞോട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ ഇസ്ലാം ഫാസിസ്റ്റ് ഡ്രോയിങ് എന്നൊക്കെ കാണുന്നുണ്ട്. അവൻ്റെ ബാക്ക് റിയാലിറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഇവർ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ താറടിച്ച്, ബാക്കി എല്ലാ റിലീജിയനും ഭയങ്കര സംഗതിയാണോ എന്നുള്ളത് അപ്പം ചോദ്യം വരില്ലേ? മറ്റേക്ക് ട്രൂ ആണോ? ഇവരിങ്ങനെ താറടിച്ച് കാണിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബഹുഭാര്യ, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രസീലിലൊക്കെ ഫീമെയിൽ റേഷ്യോ കൂടുതലാണ്. അതായത് അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ ചെക്കന്മാരെ കിട്ടാനില്ല. അതുപോലെ നേപ്പാൾ ഇന്നാളെ ഏതൊരു ട്രാവലർ, അതായത് മലയാളി തന്നെ, ഇപ്പോൾ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതല്ലേ, അവരിങ്ങനെ അവിടെ ആണുങ്ങൾ കിട്ടാനില്ല. ഈ ഇസ്ലാമിൽ എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ഒരു 400 വർഷം മുമ്പുണ്ടായതാണ് പിന്നെ ഇസ്ലാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ അന്ന് ജീവിച്ച ആൾക്കാർ ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യട്ടോ. ആൾക്കാർ വരുമ്പോൾ ഒരു ചെറിയ മടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബഹുഭാര്യ, അതായത് മുസ്ലിങ്ങൾക്ക് 4 പിന്നെ സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഓരോ റീസൺ. അപ്പോൾ നമ്മൾ ബ്രസീൽ അല്ലെങ്കിൽ നേപ്പാളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കല്യാണം കഴിക്കാൻ പിന്നെ ചെക്കന്മാരെ കിട്ടണില്ല. അപ്പോൾ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കണ്ടേ? അത് നമ്മളങ്ങനെ നെഗറ്റീവായിട്ടൊന്നും കരുതേണ്ട സംഗതിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാലേ ആ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ എന്ത് കുറ്റപ്പെടുത്തുന്നതിന് മുമ്പും എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ട്. അതേപോലെ എല്ലാ റിലീജിയനും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ എന്തെങ്കിലും കേൾക്കുകയാണ് പിന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വള ആരിഫ് ജമീല എന്തെങ്കിലുമൊക്കെ ചെറിയ സംഗതി ഉള്ളത് പിന്നെ അവരെടുത്ത് വലിയ കാര്യത്തിൽ പറയും. അങ്ങനെ 2 കാര്യം അവിടെ വെറുതെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിലും ഓരോ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അഥവാ കമൻറ്റിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാല്ല. നമ്മൾ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നെഗറ്റീവായി തോന്നാമെങ്കിലും അത് നെഗറ്റീവ് അല്ല എന്നുള്ളതാണ്
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വെറുതെ വലിച്ചിട്ടുണ്ട. അപ്പോൾ അതാണ്. അപ്പോൾ എന്നോട് ഒരു ലേഡി ചോദിച്ചു, എന്നാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ 4 ആണുങ്ങൾ കെട്ടിക്കൂടെ, എന്താ അങ്ങനെ പറ്റാത്തത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങൾ 4 ആണുങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ നാളെ അച്ഛനാരാ, പിതാശ്രീ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേഡീന് പറയാൻ കഴിയില്ല. നമ്മൾ ഇക്കാലത്തൊക്കെ സംസാരിക്കുകയാണെങ്കിലും കുറേ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്ലാമിന് ഞാൻ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പോർക്ക് കഴിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട്? അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണേ. ഞാൻ പറയുന്നതിൽ അതിലൊന്ന് പറഞ്ഞാൽ പോർക്ക് കഴിക്കൽ വിസർജ്യമാണ്. എനിക്ക് ചില സംഗതികൾ ഓപ്പണായിട്ട് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്ന സംഗതികളൊക്കെയാണ് പന്നികൾ കഴിക്കൽ. അതാണ് നമ്മളെടുത്ത് കഴിക്കൽ. പന്നികളിൽ സാധാരണ പുഴുക്കൾ കൂടുതലുണ്ടെന്നൊക്കെയാണ് പറയൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കാൻ പറ്റില്ല എന്ന് പിന്നെ ഇസ്ലാമിലത് പ്രൊഹിബിറ്റഡ് ആയത്. എങ്കിലും നമ്മളിപ്പോൾ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ നമുക്ക് നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ നമ്മളൊരു നടുക്കടലിൽ വെട്ട്, അല്ലെങ്കിൽ നടുക്കടലിൽ വെട്ടിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം പിന്നെ ഡെസേർട്ടിൽ വെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ അവിടെ പന്നി മാംസമാണെങ്കിൽ അത് കഴിക്കുക, ഇപ്പോൾ നമ്മൾ യൂറിനാണെങ്കിൽ അത് കുടിക്കുക. അതൊക്കെ നിഷിദ്ധമാണ്. പക്ഷേ നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക. അങ്ങനെയും മതത്തിൽ പ്രൊവിഷൻ എന്ന് പറയല്ലോ, അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ യാത്രയിലൊക്കെ ഇപ്പോൾ നമ്മൾ 5 നേരം നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലോങ് ജേർണി നടത്തുകയാണ്. 40 കിലോമീറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഒരു 40 കിലോമീറ്റേഴ്സിന് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമസ്കാരം ചെയ്യാം, ചുരുക്കി നമസ്കരിക്കാൻ. ചുരുക്കിയല്ല, കൂട്ടി നമസ്കരിക്കുക. അതുപോലെ ചുരുക്കി നമസ്കരിക്കുക. കൂട്ടി നമസ്കരിക്കുന്നതിന് ജമ്മ് എന്നാണ് പറയൽ. പിന്നെ ചുരുക്കി നമസ്കരിക്കുന്ന കസർ എന്നാണ് പറയൽ. അപ്പോൾ യാത്രക്കാർ പലപ്പോഴും ജമ്മും കസറും ആക്കുക എന്നൊക്കെ പറയുന്നത് അതാണ്. അത് നമുക്കൊരു നിയമമുണ്ട് കേട്ടോ അതിൽ. അതായത് സുബഹി, അതായത് രാവിലത്തെ നമസ്കാരം കൂട്ടി നമസ്കരിക്കാൻ പറ്റില്ല. പക്ഷേ ലുഹറും അസറും, അതായത് ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ നമസ്കാരം ചെയ്യുക. നമുക്കൊന്നെങ്കിൽ കൂട്ടി 4 അത് 4 എന്നാണ്. പിന്നെ ഉച്ചക്കത്തെ നമസ്കാരം 4, വൈകിട്ടത്തെ നമസ്കാരം 4, അത് 4 8 ഉള്ളത് നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് ചുരുക്കി നമസ്കരിക്കാം. അതായത് നമസ്കാരം കഴിയാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കൈ കിട്ടുക. നമസ്കാരം കഴിയുന്നത് സിഗ്നൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് നമസ്കാരം. ഓക്കെ, ഇങ്ങനെ ആക്കുന്നതല്ല, അതിൻ്റെ ഇടയിൽ സുജൂദ് ചെയ്യണം. അപ്പോൾ സുജൂദിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ഇത് ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി മഗ്രിബും ഇശാവും, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയവും അതിൻ്റെ അടുത്ത് തന്നെ വരുന്ന വേറെ നമസ്കാരം ഉണ്ടല്ലോ, ഇശ എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് കൂട്ടി നമസ്കരിക്കാം. അങ്ങനെയാണ് കൂട്ടി നമസ്കരിക്കേണ്ടത്. പിന്നെ നമ്മൾ സുജൂദ് പറയല്ലോ, ഇത് തന്നെ നമ്മളിത് ഒരു ഡയറക്ടർ വന്നിട്ട്, ഒരു ഡയറക്ടർ ഭയങ്കര കമ്പനിയാണ്, എല്ലാവരും കമ്പനിയാണ്, എന്നാലും ഒരു ഡയറക്ടർ ഭയങ്കര ഫണ്ണിയല്ല, ലൈക്ക് ഹ്യൂമർ ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് പറയാം, നിങ്ങൾക്കറിയാമോ മണലിൽ നമ്മൾ ഇത് കുത്തിക്കഴിഞ്ഞ് നമ്മളിതൊന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അവരോട്, അതാണ് നമ്മൾ 5 നേരം ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മണൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ നിലത്തെന്ത് ചെയ്യാം, സുജൂദ് എല്ലാ നമസ്കാരത്തിലും. അതായത് ഇത് നമ്മൾ ഡിസ്ചാർജ്, നമ്മൾ നെറ്റി നിലത്ത് മുട്ടിച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് മണലിലാണ് മുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റേഡിയേഷൻ അങ്ങനെ ഡിസ്ചാർജ് ആവും. അതൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ തപ്പി വെക്കണം. കാരണം എന്താ പറഞ്ഞാൽ എല്ലാം കൂടെ ഇതിൽ വലിച്ചു വാരി പറയാൻ കഴിയില്ല. അല്ല, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ നോമ്പ് നോക്കുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പിന്നെ ആശുപത്രിയിൽ പോയാൽ കുറേ മുസ്ലിങ്ങളല്ലേ പിന്നെ ഉണ്ടാകുന്നത്. അതായത് നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുബഹി മോർണിംഗ് പ്രെയർ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള പ്രെയർ, അത് നമ്മൾ 1 മാസമാണ് പിന്നെ ചെയ്തു പോരുന്നത്. അതെപ്പോഴും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും 1 മാസം ചെയ്തു പോയെന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ലൈഫിലെ ഭാഗമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ സമയത്ത് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല എന്നാണ്, കള്ള് കുടിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഒരാളാണെങ്കിൽ അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ
നോമ്പ് നോക്കുന്നതോടുകൂടി എന്താവുകയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതേപോലെ ഫുഡ് ലിമിറ്റഡ് ഫുഡ് കഴിച്ചാൽ അത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ പൊതുവേ ആൾക്കാർ ചെയ്യുന്നത് എന്താ, രാവിലെയും സുബഹിക്കും നല്ല തട്ടും, അതായത് ഏർലി മോർണിംഗ് നല്ല തട്ടും, സമയം ആ സമയം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല തട്ടും. അതൊന്നും കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ എല്ലാ സമയവും 5 സമയം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എക്സസൈസാണ്. നമ്മുടെ കൈ ഇങ്ങനെ കൈ കെട്ടുക, അവിടെ ഇവിടെ എൽബോ നീ എല്ലാ സ്ഥലത്തും നല്ലതാണ്. നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്യട്ടെ. ഞാൻ ഏതായാലും കൂടുതലായിട്ട് പിന്നെ ചെയ്യുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, കണ്ടല്ലേ, അഗ്രികൾച്ചർ ഇവർ ഈ അടുത്ത് വെച്ച് പിടിപ്പിച്ചതാണ്. എന്തൊരു സംഗതിയാണ് വെച്ച് പിടിച്ചത്. ഞാൻ സാറിനെ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അങ്ങനെ കളച്ചിട്ടുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കുകയായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ കാണും, ഒരു സുഖമില്ലാത്ത ഏർപ്പാടല്ലേ. എന്തായാലും വ്ളോഗ് ഇനിയൊരു നമ്മളിപ്പോൾ ടൈം 9:35 ഏകദേശം 1 മണിക്കൂറായാലും നടത്താം. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ നടത്തം കൂടാണുള്ളത് നമ്മൾ ഓഫീസിലെത്താൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടൈം കറക്റ്റാണ്. ഈ റോഡിന് പറയൽ ഫാർമസി റോഡ് എന്നാണ്. ഇങ്ങനെ എപ്പോഴും റോഡിൻ്റെ കാര്യം പറയുമ്പോൾ ആ റോഡ് വേറൊരു നെയിമാണ്, ഈ റോഡ് വേറെ നെയിമാണ്. അതേപോലെ ഇതിന് പാരലായിട്ടുള്ള വേറെ റോഡ് ഉണ്ടാവും. അപ്പോൾ ഓരോ റോഡിനും ഓരോ നെയിം ഉണ്ടാവും. അപ്പോൾ ഇതിന് ഇങ്ങനെ ക്രോസ് വരുന്നത് ഇൻ്റർസെക്ഷൻ എന്നാണ് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ്, അതൊക്കെ ഒരു പ്രത്യേക രസമുള്ളൊരു കാര്യമല്ലേ. എല്ലാത്തിനും ഓരോ ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. ബസ് സ്റ്റോപ്പ് അങ്ങനെയാണ് കരുതുന്നത്. പിന്നെ ബസ് സ്റ്റോപ്പ് അങ്ങനെയാണ് എന്താ പറയുക നമുക്കറിയാൻ പറ്റുന്നത്. ആ ഇൻ്റർസെക്ഷൻ അടിച്ചാൽ ഇവിടെ ഇറങ്ങും. ഇതൊക്കെ നോക്കിയാൽ നമ്മൾ പോകുന്ന വഴികൾ, തണൽ മരങ്ങൾ, ഇതൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു തണൽ മരം ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരിക്കും നടക്കാൻ. ആ പൊരുവയിലെത്ത് ഒക്കെ വെട്ടി നശിപ്പിച്ചിട്ടല്ല ഇവരിങ്ങനെ ചെയ്യുന്നത്. ഗവൺമെൻറ്റിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. തണൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക മാത്രമല്ല. നമുക്ക് ആ ജംഗ്ഷനിൽ റൈറ്റിലേക്കാണ് എടുക്കേണ്ടത്. മഴത്തുള്ളികൾ വെട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിലൂടെ വെറുതെ അത്ര നടന്ന് പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇതിലൂടെ ക്രോസ് ചെയ്യാണ്. എല്ലാ ഏരിയയിലും ഹാൻഡിക്യാപ്ഡ് നമ്മൾ സ്പെഷ്യലി ഡിസേബിൾഡ് എന്നൊക്കെ പറയാം. പക്ഷേ മെയിനായിട്ട് സ്പെഷ്യലി ഏബിൾഡാണ്. ഉള്ള ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സ്പെഷ്യലി ഏബിൾഡ്. കാരണം ഇപ്പം പിന്നെ നിങ്ങൾക്കറിയാം അസീം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. അവന് 2 കൈയും കാലുണ്ട്, 2 കൈയില്ല. പക്ഷെ അവന് ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾ എഴുതും, വായിക്കും, സിം ചെയ്യും. നിങ്ങൾക്ക് എത്ര ആൾക്കാർ 2 കൈയും ഉണ്ടായിട്ട് സിം ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട്. സിമ്മിൻ്റെ ഞാൻ ഫോട്ടോ ആണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അവരൊക്കെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പിന്നെ ഓഫീസിലെത്താൻ ഒരു 5 മിനിറ്റ് മുമ്പുള്ള സമയത്ത് പിന്നെ അത് ഗോപ്രോ ഓഫായി. അപ്പോൾ ഇതാണ് വൈറ്റും ബ്ലൂവും. ഇത് നമ്മളെ പ്രെയർ റൂമാണ്. ഇപ്പോൾ ടൈം മീറ്റിംഗ് കഴിഞ്ഞിട്ട് 4:13 ലോഹർ നിസ്കരിച്ചത്. പിന്നെ അടുത്തത് 5:28 അസർ. ഇവിടെ എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, അപ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ അപ്പം ഇന്നത്തെ ഡ്രസ്സ് വിധാനം എങ്ങനെയാണ്, അങ്ങനെയുണ്ട്. പിന്നെ മുടി കഴിഞ്ഞ ആഴ്ച ഷേവ് ചെയ്തതായിരുന്നു, അത് ഇപ്പോൾ ഏകദേശം റെഡിയായി. ഷേവിങ് കാണാനൊരു ലുക്കില്ലെങ്കിലും പിന്നെ നമുക്ക് തൊട്ട് നിൽക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഇപ്പോഴാണ് നിസ്കരിക്കുക. കൂടെ എപ്പോഴും പിന്നെ ഒരു കൊളീഗും കൂടെ ഉണ്ടാവും. അപ്പോൾ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുക. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒറ്റക്ക് നമസ്കരിക്കുന്നതിൻ്റെ 24 ഇരട്ടി കൂലി കിട്ടുമെന്ത് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികം ആൾക്കാർ പിന്നെ കൂടിച്ചേർന്ന് നമസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് എന്ന് പറയുക. ഏതായാലും പിന്നെ
അതുകൊണ്ടാണ് എല്ലാവരും പള്ളിയിലേക്ക് എപ്പോഴും ജമാഅത്തായി നമസ്കരിക്കാൻ പോകുന്നത്. ഏതായാലും വീണ്ടും വർക്കിലേക്ക് പോട്ടെ. ഓക്കെ, ബൈ ബൈ. നന്നായിട്ട് നനഞ്ഞിട്ട് പിന്നെ അത് ജസ്റ്റ് വെറ്റിലാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ പോവുകയാണ്. അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ഉണ്ട്, അവിടെ സ്റ്റിച്ച് ബോളുണ്ട് പ്രാക്ടീസ് ഉണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് അങ്ങനെ ഒരു ലേഡിയാണ് ബാറ്റ് ചെയ്യുന്നത്. ഇന്ന് പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ആരും വരില്ല. ഇവിടെയൊക്കെ ക്രിക്കറ്റ് പിച്ചാണ്, ഇവിടെയൊക്കെ കളി. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സമ്മറിലൊക്കെ അവിടെ നിന്ന് ബാറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പന്തൊക്കെ വരിക. അപ്പോൾ സ്റ്റിച്ച് ബോൾ കൊണ്ട് കളിക്കുന്ന സമയത്ത്, സ്റ്റിച്ച് ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ക്രിക്കറ്റിൽ കളിക്കുന്ന ടൈപ്പ് ബോൾ തന്നെ. അപ്പോൾ പിന്നെ അവർ പാഡൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അവിടെ നിന്ന് അടിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ, നമ്മളെ വഴി കൂടെ അല്ല ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കാരണത്താൽ ഒന്ന് നമ്മളെ തലയിലടിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുമെങ്കിലും ലൈഫ് കോഞ്ഞിട്ടായിട്ട് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും കാര്യമില്ലല്ലോ. ഏതൊരാൾ ചോദിച്ച പോലെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇത്ര മില്യൺ തരാം, പക്ഷേ അടുത്ത ദിവസം നിങ്ങൾ മരിക്കുമെങ്കിൽ ആ മില്യൺ സ്വീകരിക്കുമെന്നുള്ളത് തീർച്ചയായും എല്ലാവരും നോ എന്നല്ല പറയാം. അതുപോലെ അപ്പോൾ ഇപ്പോൾ ടൈം പിന്നെ 6 മണിക്ക് ഇറങ്ങിയതാണ്, നമ്മൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കുക, 6:25 അങ്ങനെ ആലോചിക്കുക എന്നും ഇങ്ങനെ നടത്തം തന്നെ ആയാലോ എന്നുള്ളത്. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ എക്സസൈസിനൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓടാറുണ്ട്. ചില ആൾക്കാരിങ്ങനെ നടന്ന് 2 വട്ട പോസ്റ്റൊക്കെ കണ്ടില്ല, നമ്മൾ സാധാ പോസ്റ്റ് പോലുള്ള പോസ്റ്റും മരപ്പോസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. അത് ഇവിടെ വന്ന സമയത്ത് നമ്മൾ ആകെ അന്താളിച്ച് പോയതാണ്. എന്താണ് ഇങ്ങനെ, നമ്മളെത്തിയ ഡെവലപ്ഡ് കൺട്രിയിലല്ലേ. ഏതായാലും നമ്മൾ പോകുന്ന വഴിക്ക് മരപ്പോസ്റ്റ് കാണാം, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇവൺ മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ പോസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവുക, മണ്ണിൻ്റെ അടിയിലൂടെ അല്ലേ, ഇലക്ട്രിസിറ്റി ലൈനൊക്കെ. അവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു പോസ്റ്റ് ലൈൻ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഡെസേർട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലാതെ ജനവാസ കേന്ദ്രത്തിലൊന്നും പിന്നെ അങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ രസമാണ്, നമ്മൾ ഈ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എപ്പോഴും കുളിർമാണ്, കണ്ണിനൊക്കെ കുളിർമാണ്. എന്താ പറയുക, എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവുക എന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കാണുമ്പം അതെപ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന പൈസ ഒന്നും ഇവിടെ ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഇവിടെ ടാക്സ് ഉണ്ട്. ഓരോ പേ ചെക്കൊന്നും ഏകദേശം ഒരു 22% ഒക്കെ ഓരോ CPP, കനേഡിയൻ പെൻഷൻ പ്ലാന്, എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഏൺ ചെയ്യുന്നതിൻ്റെ അത്ര ഒന്നും ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. ഒരു നല്ലൊരു പ്രതിഭാസം കണ്ടപ്പോൾ പക്ഷികളിങ്ങനെ പറന്ന് കളിക്കുക, ചെറിയ ചെറിയ കുരുവി, അടക്കാക്കുരുവി എന്നൊക്കെ പറയുമല്ലോ. നേരത്തെ ആ ചെടിമേലുണ്ട്, നോക്കാതെ വരുമെന്നുള്ള ആ ഒരു ചെടിയിലാണ്. ഒന്ന് പറന്ന് കിട്ടിയ രസമായിരുന്നു നോക്കാം. പക്ഷേ പറന്ന് നല്ല ഭംഗിയുണ്ട്, കുറേ ചെറു കുരുവികൾ. ഓ മൈ ഗോഡ്, ഇതിന് പുറത്തൊക്കെ ഉണ്ട്, ഈ പോസ്റ്റിൻ്റെ പുറത്തൊക്കെ. പേടിക്കാത്ത കുരുവികളാ, ഹൈറ്റിലുള്ളതുകൊണ്ടേ. ഇത് ഇരുളുന്നുണ്ടല്ലോ, 7 മണി ആവുന്നേ ഉള്ളൂ. സമയത്തൊന്നും സാധാരണ അങ്ങനെ ഇരുട്ട് വരാറില്ല. എന്നാലും നിങ്ങൾക്കറിയാമല്ലോ, ഇരുട്ട് വരുന്നൊരു 8:15 ഒരു സമയം, സൂര്യാസ്തമിക്കുന്ന സമയം. അതാണ് ഇതൊക്കെ നമ്മൾ ക്ലൗഡാണ്, ക്ലൗഡ്.
കണ്ടോ പക്ഷി പറന്നു പോണേ.